കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF MP-മാർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോഴും LDF-നെ കൈവിടാതെ കൂടെ ചേർത്തു നിർത്തിയ മണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ ഇക്കുറി ഈ സാഹചര്യം മറികടന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് KC വേണുഗോപാൽ. ദേശീയ നേതാവ് എന്ന പകിട്ട് തന്നെയാണ് KCയുടെ മുൻതൂക്കം. എന്നാൽ അത് മാത്രമല്ല മണ്ഡലത്തിലെ KCയുടെ പരിചയവും. ആരിഫ് ജയിക്കുന്നതിന് മുൻപ്, അതായത് 2014 മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP-ആയി പാർലമെന്റിൽ എത്തിയ ആളാണ് KC വേണുഗോപാൽ. എന്നാൽ കഴിഞ്ഞ തവണ കേന്ദ്ര നേതൃത്വത്തിന്റെ തിരക്കുകളിൽ മുഴുകിയതിനാൽ മത്സരിക്കാൻ കഴിയാതെ വരികയായിരുന്നു അദ്ദേഹത്തിന്. ഈ നഷ്ടം ഇക്കുറി തീർക്കാൻ ഒരുങ്ങി തന്നെയാണ് KC വേണുഗോപാലിന്റെ പ്രചരണം. ഏകദേശം 3 പതിറ്റാണ്ടോളമായി ആലപ്പുഴക്കാർക്ക് സുപരിചിതനാണ് KC. ഇക്കാലയളവിൽ 2 വട്ടം MP-യും 3 വട്ടം MLA-യും ഒക്കെയായി. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിൽ പേരെടുത്ത KCക്ക് പക്ഷേ ആലപ്പുഴയിൽ ഈസി വാക്ക് ഓവർ കിട്ടുമെന്ന പ്രതീക്ഷ ഒരിക്കലും വേണ്ട. അതിന് വെല്ലുവിളി തീർക്കുന്നത് 2 പേരാണ്. മണ്ഡലത്തിലെ സിറ്റിംഗ് MP-യായ AM ആരിഫിനെ സംബന്ധിച്ച് ഇത് 2ാം ഊഴമാണ്. തന്നെ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ആരിഫ് കഠിന ശ്രമത്തിലാണ്. ആലപ്പുഴയിൽ പാർട്ടി ശക്തമാണെങ്കിലും വിഭാഗീയത ഏത് കാലത്തും ഭീഷണിയിലാണ്. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ കായംകുളത്ത് അടുത്തിടെ ഉണ്ടായ വിഭാഗീയത ആരോപണങ്ങൾക്കൊക്കെയും CPM-ന് തിരിച്ചടിയായിരുന്നു. ഇതുൾപ്പെടെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്. മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവിനെ ഇറക്കി ആലപ്പുഴയുടെ സമുദായ സമവാക്യത്തെ തന്നെ ഇളക്കി മറിക്കാനാണ് BJP-യുടെ ശ്രമം. അതിൽ അവർ വിജയിച്ചാൽ കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്നും ഉറപ്പാണ്. തീർച്ചയായും ഈ വോട്ടുകൾ ചോരുന്നത് കൂടുതലും വലതുപക്ഷത്ത് നിന്നായിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് CPM. എങ്കിലും ജയം അകലെയല്ലെന്നാണ് KC വേണുഗോപാൽ കരുതുന്നത്. BJP-ക്ക് ഇതുവരെ മണ്ഡലത്തിൽ കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസിന് ആശ്വാസം. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ആരിഫിന് വിനയാകുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജയം തങ്ങൾക്ക് സുനിശ്ചിതമാണെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതേസമയം രാജ്യത്ത് കോൺഗ്രസ് നയിക്കുന്ന നേതാക്കളിൽ പ്രധാനിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയുടെ മനസ്സറിയുന്ന അദ്ദേഹം മാറി നിന്ന 2019 പാർട്ടി തിരിച്ചടി നേരിട്ടിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയൂന്നിയ വേണുഗോപാൽ പിന്നീട് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരെ കളത്തിലിറക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. അതാണ് KC വേണുഗോപാലിന് ആലപ്പുഴയിലേക്ക് വീണ്ടും വഴിയൊരുക്കിയത്. വേണുഗോപാലിന്റെ വരവ് UDF ക്യാമ്പിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതൊന്നുമല്ല. ഏതായാലും ഇക്കുറി 2ഉം കൽപ്പിച്ചാണ് കോൺഗ്രസ് KCയെ തന്നെ ഇറക്കിയിരിക്കുന്നത്. ഇടതുകോട്ട ഇളക്കാൻ KCക്ക് സാധിക്കുള്ളൂ എന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം.